ഹലോ ഗൈസ്, അപ്പോൾ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സക്കായി ഓഫീസിൻ്റെ ജാപ്പനീസ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൻ്റെ അടുത്തേക്കാണ്. അപ്പം യൂട്യൂബിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, ജപ്പാനിലേക്ക് പോവുക, അവിടെ അത് ആ ജോലി കൊണ്ട് ഈ ജോലി കൊണ്ട് ലക്ഷക്കണക്കിന് സമ്പാദിക്കാമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം തേടിയിറങ്ങിയാണ്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ജിമ്മി സാറാണ്. ജിമ്മി സാർ വർഷങ്ങളായിട്ട് ജപ്പാനീസ് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിയാം. അപ്പം ജിമ്മി സാർ വെൽക്കം. അപ്പോൾ ഇന്ന് ഇന്നലെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞത് ഓക്കെ. ഇപ്പം നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം വെച്ചാൽ ഇപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ജപ്പാൻ ബേസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് പ്രചരിക്കുന്നുണ്ട്. ജപ്പാനിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടും, പിന്നെ ജീവിത സൗകര്യങ്ങൾ ഫ്രീ ആയിട്ട് വീട് കിട്ടുന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്, വീട് കാറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ജപ്പാനെ പറ്റിയിട്ട് ശരിക്കും നമ്മുടെ ആൾക്കാർക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള അറിവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയാൻ ഉള്ളത്. അതായത് നമുക്കിപ്പോൾ ജപ്പാൻ എന്ന് പറയുന്നത്, ജപ്പാനത്തെ അവസരങ്ങളെ പറ്റി നമുക്ക് ശരിയായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ശരിക്കും എന്താ പറയുക ജപ്പാനെ പറ്റിയിട്ട് അവിടുത്തെ അവസരങ്ങളെ പറ്റിയിട്ട് അറിയാത്തത്. ജപ്പാനിൽ നമുക്ക് എന്താ പറയുക കോസ്റ്റ് ഓഫ് ലിവിങ് നമ്മുടെ സാധാരണ ഇവിടത്തെക്കാളും കൂടുതലാണ്. ഓക്കെ, പക്ഷേ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് ജപ്പാനിലെ കോസ്റ്റ് ഓഫ് ലിവിങ് ഏകദേശം സെയിം ആണ്. അതുപോലെ തന്നെ എന്താ പറയുക ടാക്സ് നമ്മുടെ ജപ്പാനിൽ എന്താ പറയുക വളരെ കുറവാണ്. ടാക്സ് വളരെ കുറവുള്ള കൺട്രിയാണ് ജപ്പാൻ. ഓക്കെ, ജപ്പാനിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് നമുക്ക് സാലറി എത്രത്തോളം വരുന്നില്ല. നമുക്കൊരു നമ്മളേക്കും വർക്കിൻ്റെ കാറ്റഗറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 to 10% ആണ് നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ജപ്പാനിലത്തെ അവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങളുള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ. അതിനെപ്പറ്റി യഥാർത്ഥത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. നമ്മളെ ഒരുപാട് കൺസൾട്ടൻസികൾ നമ്മൾ പറ്റിക്കപ്പെടാനും കാര്യങ്ങളൊക്കെ ഒരു സാധ്യത അവിടെ കിട്ടുന്നത്. ജപ്പാനിൽ ഒരുപാട് വിസാസ് ഉണ്ട്, പക്ഷെ എല്ലാ വിസാസും ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒന്ന് വർക്ക് വിസ, പിന്നെ ഉള്ളത് SSW, അതായത് സ്പെസിഫൈഡ് സ്കിൽഡ് വിസ, വർക്ക് വിസ. അതുപോലെ തന്നെ അതിൽ തന്നെ SSW വരുന്നത് തന്നെയാണ് ഹൈ ടെക്നിക്കൽ ഇന്ത്യൻ ട്രെയിനിങ് എന്നുള്ള TIT എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഓക്കെ, ഇത്രയും വിസാസാണ് നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റാവുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ജപ്പാനിലെ ആവശ്യം എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സിനാണ്. BTech കഴിഞ്ഞ ആൾക്കാർ, BTech ഹോൾഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. BTech കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ നമുക്കിപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ JLPT എന്ന് പറഞ്ഞ ഇതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. ബിടെക്കുകാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുന്നവരുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് പോകാൻ പോകുന്നത്. അതായത് വർക്ക് പെർമിറ്റ് കിട്ടും. വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രൊഫഷണൽ വിസകളൊക്കെ ചെയ്യുന്നത് അവർക്ക് സ്പൗസ് ആൻഡ് കിഡ്സിനെ കൊണ്ടുപോകാം. അത് എത്ര നാൾ വേണമെങ്കിൽ ലൈഫ് ലോങ് റിന്യൂ ചെയ്തുകൊണ്ടു. അത് ബിടെക്കാർക്ക് മാത്രമാണ്. ബിടെക്കാർക്കും അതിലുള്ള കാറ്റഗറിയിൽ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത്. ബിടെക്കാർക്കാണ് ചെയ്യാൻ പറ്റുക. MBA ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും, ഇതേ സെയിം പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലാംഗ്വേജ് ഒരു ബാരിയറാണ്. MBA-കാരന് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്തായാലും എപ്പോഴും വേണം. ടെക്നോളജിയിൽ ലാംഗ്വേജ് വരുന്നില്ല എന്നല്ല, ആവശ്യമാണ്, കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ട് ഒരു അവയർനെസ് ഉണ്ടായാൽ മതി. നമുക്കൊന്ന് ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലെവലിൽ എത്തിയാൽ മതി. എന്നാൽ എന്നിട്ട് പറയാ ഈ ഓഫീസ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് ലാംഗ്വേജ് അറിയാം. അതിന് N2 ലെവൽ വരെ നമ്മൾ പഠിക്കണം. N2 ലെവൽ JLPT-യുടെ ലെവൽ എന്ന് പറഞ്ഞാൽ N5, N4, N3, N2, N1. ഈ ലാംഗ്വേജ് ട്രെയിനിങ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? ലാംഗ്വേജ് ട്രെയിനിങ് ഞങ്ങളുടെ അടുത്ത കാൻഡിഡേറ്റ്സിന് ഞങ്ങൾ ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻ ഹൗസ് ആൾക്കാരാണ്? അതെ, നമുക്ക് സെപ്പറേറ്റ് ഫീസ് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോ ഈ JLPT അങ്ങനെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ നമ്മളിവിടെ ചെയ്യുന്നില്ല. ഈ സ്കിൽഡ് വിസ പ്രോഗ്രാമിലാണ് സ്കിൽഡ്, അതായത് സ്പെസിഫൈഡ് സ്കിൽഡ് വർക്ക് വിസാസിൽ നമുക്ക് JLPT N4 മിനിമം വേണം. ഓക്കെ, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രാമാണ് ഓൾഡ് കെയർ. ഓൾഡ് കെയറിൽ നമുക്ക് JLPT N4 അല്ലെങ്കിൽ NAT എന്ന് പറഞ്ഞ വേറൊരു അസോസിയേഷൻ ഉണ്ട്. അവരുടെ ഒരു Q4 എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൾഡ് കെയറിന്റെ പ്രോഗ്രാമിൽ പോകും. അതിന് നമുക്കൊരു 10th കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 10 കഴിഞ്ഞാൽ മതി. JLPT N4 സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ഈ ഫാക്ടറികളിലൊക്കെ പോകുന്ന അതിനാണ് ഈ
ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതായത് TIT എന്ന് പറഞ്ഞ പ്രോഗ്രാം, ടെക്നിക്കൽ ഇന്റേൺ ട്രെയിനിങ് പ്രോഗ്രാം. അതിൽ നമുക്ക് പോകുന്നത് JLPT N4 ഉണ്ടായിരിക്കും. N4 എടുക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക വിസാസ് പ്രോഗ്രാമുകൾ ചെയ്യുക. ഇതിന് ശേഷം ഈ എന്താ പറയുക നമുക്കിപ്പോൾ JLPT ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കേസിൽ ബുദ്ധിമുട്ടാണ്. JLPT N4 കഴിഞ്ഞാൽ മാത്രമാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ നമ്മൾ സാർ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ടെസ്റ്റ് ഉണ്ടല്ലേ? അതെ, ലാംഗ്വേജിന്റെ 2 ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് അസോസിയേഷൻ, ഏതെങ്കിലും ഒരു അസോസിയേഷന് നമ്മൾ എടുത്താൽ മതി. 2 വാലിഡാണ്. ഓക്കെ. അത് നാറ്റ് എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട്, JLPT എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ JLPT ആണ് എല്ലാവരും എടുത്തു പോകാറ്. നാറ്റ് കുറച്ചും കൂടി ടഫ് ആണെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ അവിടെ PR-നുള്ള സാധ്യത എങ്ങനെയാണ്? PR-നുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏത് കാറ്റഗറിയിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് N2 ലെവൽ പാസ്സായി കഴിഞ്ഞാൽ, JLPT N2 ലെവൽ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തിനുള്ളിൽ PR കിട്ടും. 2 വർഷത്തിനുള്ളിൽ PR. അവിടെ എത്ര നാൾ താമസിച്ചിരിക്കണം നിർബന്ധമില്ല. ഈ 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ വിസ നമ്മുടെ ജപ്പാനിൽ എൻ്റർ ചെയ്തിട്ട് 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് N2 ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത് PR നമുക്ക് ഫാമിലി ഫുൾ സെറ്റിൽ. അത് ഏത് പ്രോഗ്രാമിൽ പോയി അങ്ങനെ തന്നെയാണ്. വീടുകളൊക്കെ കിട്ടുമെന്ന് വീടുകൾ കിട്ടുകയില്ല, അതൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ. ചില ഏരിയകളിൽ ഒസാക്കാനൊക്കെ പറഞ്ഞ അല്ല, അത് എന്താ പറയാ, ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുമ്പോൾ അവര് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, അതായിരിക്കാം പറയുന്നത്. അല്ലാതെ വീടൊന്നും കിട്ടില്ല, അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണകളാണ്. ഇപ്പൊ അവിടെ ഒരുപാട് പേര് പോയി പരിചയം പോകും. അപ്പൊ അവിടുത്തെ ഒരു ആൾക്കാരാണ് നമ്മളോട് അല്ല, ജപ്പാനികള് പൊതുവെ ശാന്തസ്വഭാവക്കാരാണ്. അവര് നമ്മുടെ ഒരു കാര്യങ്ങളിൽ ഇടപെടാനോ നമ്മളോടായിട്ട് എന്താ പറയാ യാതൊരു ഇതിനും എന്താ പറയാ ഓക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനോഭാവത്തിൽ മാത്രമാണ്. അത് വിട്ടിട്ട് എന്താ പറയാ നമ്മളൊരു എന്താ പറയാ ഒരു റേസിസം അങ്ങനത്തെ കേസുകളൊന്നുമില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. നമ്മളിപ്പം ഈ ഒരാൾക്ക് ഇപ്പൊ ജപ്പാനിലേക്ക് പോകുന്ന ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കെയർ ഗിവറായിട്ടോ അല്ലെങ്കിൽ അതിന്റെ എത്ര നാളുണ്ട് വിസ പ്രോസസിങ്? ലാംഗ്വേജ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ SSW ആവട്ടെ, അതുപോലെ തന്നെ TIT ആവട്ടെ, ഈ 2 പ്രോഗ്രാമും നമുക്ക് ഒരു ഏകദേശം ഒരു 5 to 10 months-നുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് N4-ന് ശേഷം. ഇപ്പോൾ BTech പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയേഴ്സിന്റെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 15 to 18 months, 15 മുതൽ 18 മാസത്തിനുള്ളിൽ നമുക്ക് അവിടെ എത്താം, ജപ്പാനിലൊക്കെ എത്താം. അത് ഈ പറഞ്ഞ പോലെ പേപ്പർ വർക്കുകളും പ്രോസസിംഗ് എല്ലാം ഉണ്ട്. ഒരുപാട് എംബസി ത്രൂ ആണ് ഇമിഗ്രേഷൻ നടക്കുന്നത്. അതെ, നമ്മൾ വെക്കുന്നത് VFS ത്രൂ ആണ് വെക്കുന്നത്. ഓക്കെ. നമുക്ക് ഇവിടെ എല്ലാം ഡാറ്റ പ്രോസസ് എന്താ പറയുക നമ്മുടെ വിസ പ്രോസസിംഗ് നടക്കുന്നത് ജപ്പാനിലാണ് നടക്കുന്നത്. ജപ്പാനിൽ നിന്ന് വിസ ഇഷ്യൂ ചെയ്ത് COE സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി COE ഇഷ്യൂ ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമ്മളിവിടെ VFS വഴി സ്റ്റാമ്പിങ്ങിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാസ്പോർട്ടിലാണ് ഡോക്യുമെന്റ്സ്. VFS ആണ് കുറേ കാര്യങ്ങൾ ബാക്കിയാണ് നമുക്ക്. അതെ. അപ്പോൾ VFS-ന് സെപ്പറേറ്റ് ചാർജ് VFS-ന് അത്രത്തോളം ചാർജസ് അല്ല, നമ്മളിപ്പോൾ ഓരോ കാൻഡിഡേറ്റ് അവർ തന്നെ ഒന്ന് അത് പേരേണ്ടി വരും. അത് VFS-ന് തനിയായിട്ട് ചാർജ് ആണല്ലേ? അതെ. നിങ്ങളുടെ സർവീസ് ചാർജ് എത്രയാണെന്ന് അങ്ങനെയാണല്ലോ? നമ്മുടെ സർവീസ് ഓരോ കേസിലും വ്യത്യാസം ഉണ്ടായിരുന്നു. എഞ്ചിനീയേഴ്സിന് വേറെ എന്തായാലും നമ്മുടെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റുഡന്റ് വിസ കൊടുത്ത് പോകുന്നതിനായിട്ട് വളരെ കുറവാണ്. പകുതിയായിരിക്കും. അപ്പൊ അത്ര നല്ല കണക്കൂട്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരാം. സാറിന് നമ്പർ വേണം, വീഡിയോയിൽ നമ്പർ വെക്കാം. ഓക്കെ. അവർ താല്പര്യമുള്ള ആളുകൾക്ക് സാറോട് ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് സാർ പറഞ്ഞു തരും. അപ്പോൾ നേരിട്ട് വന്ന അപ്പോയിൻമെന്റ് എടുക്കുകയാണെങ്കിൽ നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് സാർ നേരത്തെ പറഞ്ഞല്ലോ, വേറെ ട്രെയിനിങ് കൊടുക്കുന്ന അക്കാദമി കോഴിക്കോട് കോഴിക്കോട് നല്ല അക്കാഡമിക്ക്. അപ്പോൾ നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ 2-3 സ്ഥലങ്ങളുണ്ട് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ആ ഡീറ്റെയിൽസ് ഞങ്ങൾ സാറിന് നമ്പറിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പലതരത്തിലുള്ള ഇമിഗ്രേഷൻ ഓപ്ഷനെ കുറിച്ച് വർക്ക്, പല ജോലികൾ, ട്രെയിനിങ്, ബാങ്കുകളൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പ്രോഗ്രാമിലൊക്കെ പോകുന്നവരുടെ ശമ്പളത്തെക്കുറിച്ചും അവരുടെ മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ചും ഒന്നും ഒരു ബേസിക് ആയിട്ട് ഐഡിയ തരാം. ഓക്കെ. നമുക്കിപ്പോൾ BTech പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 20 മാസം ഒരു മിനിമം സാലറി അവിടെ ഉണ്ടായിരിക്കും. അതായത് Monday to Friday 8 hours വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ 8 hours കഴിഞ്ഞിട്ട് എക്സ്ട്രാ OT ഓവർ ടൈം വർക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 25% എക്സ്ട്രാ നമുക്ക് സാലറി കിട്ടും. പിന്നെ അവർക്ക് ഇയർലി അവർക്ക് ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇയർലി അവർക്ക് ബോണസ് ഉണ്ടായിരിക്കും.
അത് വീട്ടക്കാരുടെ പ്രോഗ്രാമിൽ ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ SSW എന്ന് പറയും, അതുപോലെ TIT, ഇവർക്ക് വരുന്നത് നമുക്കൊരു ഏകദേശം ഒരു മാക്സിമം കിട്ടാവുന്ന ഒരു സാലറി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു 12 മാനാണ് അവരുടെ സാലറി. പിന്നെ അവർക്ക് OT എന്ന് പറയുന്നത് കൂട്ടിയിട്ട് അലവൻസിങ് കൂട്ടിയിട്ട് ഏകദേശം ഒരു 15 മാൻ മാക്സിമം കിട്ടുക. അപ്പോൾ അത്രത്തോളമാണ് അവിടെ കിട്ടുന്നത്. അപ്പം ഈ സാലറി ഇപ്പം നമ്മളിപ്പം ഈ പൈസയൊക്കെ നമ്മൾ മുടക്കിയിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് സാലറി കൊണ്ട് അപ്പോഴത്തെ ജീവിത ചിലവുകൾ എങ്ങനെയാണ്? ഭക്ഷണത്തിൻ്റെയും താമസത്തിൻ്റെയും നെറ്റിൻ്റെയും കറണ്ടിൻ്റെയും ചിലവുകൾ എങ്ങനെയാണ്? നമ്മുടെ മാനേജബിളാണോ നമുക്ക്? അതെ, നമുക്ക് മാനേജബിളാണ് ശരിക്കും. നമ്മളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിലാണ് നമുക്ക് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ട് വരിക. പക്ഷെ എന്താ പറയുക, നമുക്ക് സ്പൗസ് ആൻഡ് കിഡ്സിനെ അവിടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് സ്പൗസ് അവിടെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് അവിടെ താമസിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരാളുടെ എന്താ പറയുക ഏണിങ്സിന്റെ മുഴുവനായിട്ട് ചിലവാക്കണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ എക്സ്പെൻസ് ഒക്കെ തീർന്നു പോയി. ഏകദേശം ഒരു ഫാമിലിക്ക് ഏകദേശം ഒരു 10-13 മാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10-12 മാൻ ഒരു മാസത്തോളം നമുക്ക് ഏകദേശം സർവൈവ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോ ഷെയർ ആയിട്ടാണ് താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 5 മാൻ അതൊരു അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്തിട്ട് താമസിക്കുകയാണെന്ന് വെച്ചാൽ അത്രത്തോളം ചെയ്തിട്ടുണ്ട്. പിന്നെ SSW TIT പ്രോഗ്രാമിൽ പോകുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ഫുഡാണ്. പക്ഷെ അവർക്ക് താല്പര്യമില്ല, ആ ഫുഡിനോട് താല്പര്യമില്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിക്കാം. അപ്പം എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ചോദ്യങ്ങളൊക്കെ പിന്നെ ജിമ്മി സാർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റിൽ ആഡ് ചെയ്യുക. അത് ജിമ്മി സാറുമായിട്ട് ഞാൻ ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ജപ്പാനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരും വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള സംശയങ്ങളുള്ളവരും ഇനി ജപ്പാനീസ് ലാംഗ്വേജ് ട്രെയിനിങ്ങിൻ്റെ കൺസൾട്ടിങ് ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ജിമ്മി സാറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും വയ്ക്കുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വയ്ക്കാം. നിങ്ങൾ ജിമ്മി സാറിന് ബന്ധപ്പെടുക. അപ്പം വലിയ കൂടി വളരെ നന്ദി ജിമ്മി സാർ, ഈ വലിയൊരു അവസരം തന്നതിന്. താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും ഓക്കെ.